നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മുന്നിൽ നിന്ന് പോകാൻ ധൃതിയുള്ളതുപോലെ. അങ്ങനൊന്നുമില്ല. വന്നിട്ട് വെള്ളം പോലും തന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എങ്കിൽ ചെല്ല്. ഗംഗയുടെ ഇഷ്ടത്തിന് മാറാനാ ഇനി എന്റെ തീരുമാനം. ചായയോ കാപ്പിയോ വെള്ളമോ എന്തായാലും എടുത്തോ. നിന്റെ കൈകൊണ്ട് എന്ത് തന്നാലും അതെനിക്ക് അമൃത ഗംഗെ. പിന്നെ മധുരം ഇഷ്ടമല്ലെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഗംഗ തന്നെ ആദ്യം എടുത്ത് കഴിക്കണം. അത്രയ്ക്ക് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ. നീ എന്താ ഇവിടെ? അതെന്ത് ചോദ്യ ശ്രേയ, ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ ഞാൻ ഇടയ്ക്കെങ്കിലും ഒന്ന് വരണ്ടേ? നമ്മുടെ വീടോ? അതേത് വകയിൽ? എന്റെ ഭാര്യയാകേണ്ട പെൺകുട്ടി താമസിക്കുന്ന വീട് എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. ഓഹോ, അങ്ങനെയാണോ? അവള് തന്നെ ഇവിടെ അഭയാർത്ഥിയാ. ആ ബന്ധത്തില് നീയും അവകാശം പറയുവാണോ? പിന്നെ പറഞ്ഞാലെന്താ? ഗംഗ ഇവിടുത്തെ വെറും വേലക്കാരി ഒന്നും അല്ലെന്ന് എനിക്കറിയാം. അങ്ങനൊരു വേലക്കാരി മാത്രമാണ് അവളെങ്കില് അവളെ ഒഴിവാക്കാൻ നീ എന്റെ സഹായം തേടുവോ? നകുൽ, വേണ്ട. നീ ലിമിറ്റ് വിടുന്നുണ്ട്. ഇത് നിനക്ക് നല്ലതിനല്ല. അല്ല ശ്രേയ, നീയാണ് ലിമിറ്റ് വിടുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ കാര്യവും കാരണവും തിരക്കേണ്ട കാര്യം നിനക്കില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ അറിയാതെ നീ പലതും പ്ലാൻ ചെയ്തില്ലേ? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനായ സ്ഥിതിക്ക് അതൊക്കെ എന്നെ കൂടെ ബാധിക്കും. ശരിയാ, നീയാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ നന്ദിയുടെ സ്നേഹത്തിന്റെയും പുറത്ത് തന്നെയാ ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയേ, നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഈ കൈലാസത്തിൽ കയറി നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുന്നത് ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ നിന്നെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. മോളെ ശ്രേയേ, നീ ആരാണെന്നാ നിന്റെ വിചാരം? ഈ ഇട്ടാവെട്ടത് കടന്ന് നീ കളിക്കുന്ന കണ്ണുകെട്ടിക്കളിയാണ് ഏറ്റവും വലിയ കളിയെന്ന് നിനക്കൊരു ധാരണയുണ്ടെങ്കില് അത് വെറുതെയാ മോളെ. നിന്നെ ഞാൻ തൊള്ള വരുന്നുണ്ട്. എന്റെ തനി സ്വഭാവം അവരറിയണ്ട. ആ ഓർമ്മ നിനക്കാണ് ഉണ്ടാവേണ്ടത്. നകുൽമോനോ, എപ്പോഴാ വന്നത്? ഞാൻ ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ മുത്തശ്ശി. വന്നപ്പോഴേ ഗംഗയെ കണ്ടു. അവളോട് സംസാരിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ ശ്രേയ വന്നു. പിന്നെ ഞാൻ ശ്രേയയുടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അതേ മുത്തശ്ശി, ഈ നകുലിനോട് സംസാരിച്ചാ നേരം പോകുന്നതേ അറിയില്ല. എല്ലാ വിഷയത്തെ കുറിച്ചും നല്ല അറിവാണല്ലോ. അത് ശരിയാ. മോനെ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായതാ. സത്യം പറഞ്ഞ മോന്റെ അന്നത്തെ സംസാരം ഒന്ന് തന്നെയാ എന്റെ ഗംഗയ്ക്ക് വേണ്ടി മോനെ ആലോചിക്കാൻ കാരണമായത്. അതേതായാലും നന്നായി. ഗംഗയുടെ ഭാഗ്യം തന്നെയാ നകുലിനെ പോലൊരു പയ്യനെ കിട്ടിയത്. അത് ശ്രേയക്ക് തെറ്റി. ഗംഗയല്ല, ഞാനാണ് ഭാഗ്യം ചെയ്തത്. അതല്ലേ ഇതുപോലൊരു മുത്തശ്ശിയെയും തങ്കം പോലുള്ള ഗംഗയും എനിക്ക് കിട്ടിയത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടന്നു കാണുമെന്ന പ്രാർത്ഥന എനിക്കിപ്പോ ഉള്ളൂ. ഇനി എന്തിനാ അത് വൈകുന്നത്? ഉടനെ ആ വിവാഹം അങ്ങ് നടത്തിക്കൂടെ മുത്തശ്ശി? ഉടനെ നടത്താം. ആ ദിവസത്തിനായ ഞാനും കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ ഭംഗിയായി ഈശ്വരൻ ആ വിവാഹം നടത്തി തരും മോനെ. എങ്കി പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ശരി ശ്രേയ. ദേ,
അവൻ നമ്മൾ കരുതുന്നതിനേക്കാളും വിഷമാ. നീ സൂക്ഷിക്കണം. അമ്മേ, ഞാനൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോ എന്നെ എങ്ങനെ ഇട്ടിട്ട് പോവല്ലേ അമ്മേ? അമ്മ അല്ലാതെ എന്നെ ആരാ ഈ സമയത്ത് സഹായിക്കാൻ? എന്റെ ശക്തി എന്റെ അമ്മയാ. ആ ഒരു ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറയാതെ ഈ തോന്നിവാസം കാണിക്കുമായിരുന്നോ? ഇനി അത് പറയല്ലേ അമ്മേ. ക്ഷമിക്ക്, ഞാൻ വേണേ അമ്മയുടെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട. നിന്റെ നന്മയെ കരുതിയാ ഞാൻ ഓരോന്ന് പറയുന്നേ. മോളെ, ആ നകുൽ എന്ന സാധനം ഇവിടെ എന്തൊക്കെ നാശം കാണിച്ചു. ആ പാമ്പിനെ കൊണ്ടുവന്നിട്ടേ ചില്ലറ കളിയാണ് ഇവിടെ കളിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായേ? ആ പാമ്പ് കയറി മഹിയെ കടിച്ചു. ഭാഗ്യത്തിനാ മഹി രക്ഷപ്പെട്ടെ. മഹിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആർക്കാ നഷ്ടം? നമുക്കല്ലേ? അതെ, അതൊക്കെ എനിക്കും അറിയാം. അതല്ലേ എന്റെയും ടെൻഷൻ. ഇപ്പൊ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നതേ മാളൂനെയാ. മാളൂന് എന്തെങ്കിലും പറ്റിയ ബാധിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാ. മാളൂന് വേണ്ടിയാ മഹി വിവാഹത്തിന് തന്നെ തയ്യാറാവുന്നേ. അല്ലാതെ അവന് നിന്നോടൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. അമ്മ പിന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഇതിനൊരു പരിഹാരം പറഞ്ഞതാ. ഇപ്പതേ അവൻ എന്തൊക്കെയോ പുതിയ പദ്ധതിയായിട്ട് നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു പരിഹാരേ ഉള്ളൂ. അവന്റെ മേൽ നമ്മളൊരു കണ്ണു വെക്കുക. നമുക്ക് ദോഷം ഉണ്ടാകുന്നത് എന്തെങ്കിലും അവന്റെ ഭാഗത്തുനിന്നുണ്ടായാ അത് തടയുക. തൽക്കാലം അതേ രക്ഷയുള്ളൂ. അതെ, അല്ലെങ്കിലും അവൻ നല്ലൊരു നടനാ. ആ മുത്തശ്ശിക്ക് അവനെ ഇപ്പൊ ഭയങ്കര വിശ്വാസമാ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാലും അത് നടക്കില്ല. പിന്നെ ഒരാശ്വാസമുണ്ട്. നീ അന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഗൗരി അവനെ നോട്ടമിട്ടിട്ടുണ്ട്. മഹിക്കോ മാളൂനോ ഗംഗയ്ക്കോ ദോഷമായിട്ട് എന്തെങ്കിലും വരുമെന്ന് ഗൗരിക്ക് തോന്നിയ അവന്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ശരിയാ. അന്നെന്തോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിൽ അവന്റെ പ്രവൃത്തികൾ മാറിയ നമുക്ക് ഈ വീടിന്റെ പല ഭാഗത്തു നിന്നും അതങ്ങ് വിളിച്ചു പറയാം. അത് ഗൗരി കേട്ട് വേണ്ടത് ചെയ്തോളും. ഒന്ന് പോ അമ്മേ. ഗൗരി അമ്മ പറയുന്നത് നോക്കിയിരിക്കുവല്ലേ. നീ വിശ്വസിക്കണ്ട. അനുഭവം വരുമ്പോ മനസ്സിലാവുമല്ലോ. അത് മതി. പിന്നെ മോളെ, അമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അവന് ഗംഗയെ നീയൊക്കെ ഒരുപോലെയാ. ഗംഗയെ വിൽക്കാൻ നോക്കുന്നിടത്ത് നിന്നെ കൂടി കൊണ്ടുപോയി കൊടുക്കാൻ അവന് തോന്നിയ തീർന്നു. പേടിപ്പിക്കാതെ അമ്മേ. അമ്മ അന്നിത് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അത് എന്നെ പറയാതെ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.